ഈ വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത ചിത്രം ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്രദർശിപ്പിച്ചതെന്ന് ഇടുക്കി അതിരൂപത മീഡിയ ഡയറക്ടർ ജീൻസ് കാരക്കോട്ട് പറഞ്ഞു. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, എന്താണ് ഇടുക്കി രൂപതയുടെ വിശദീകരണം? ഗോപീഷൻ, ഇടുക്കി രൂപതയിലെ 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപത അധികൃതർ പറയുന്നത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ട് എന്നും രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുന്നു. പക്ഷേ അതിൽ വർഗീയത കലർത്തുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് ഇടുക്കി രൂപതയുടെ നിലപാടായി അവർ എടുത്തു പറയുകയും ചെയ്തത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ കേരള സ്റ്റോറി വചനോത്സവത്തിന്റെ ഭാഗമായിട്ട് പ്രദർശിപ്പിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, പ്രണയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വിഷയമായിരുന്നു ഈ പരിപാടിയുടെ സംഘടിപ്പിച്ചതും എന്നുള്ളതാണ് മീഡിയ ഡയറക്ടർ ജീൻസ് കാരക്കോട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരു പുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകം കൂടി ഉണ്ടായിരുന്നു, ഒരു ഇടയലേഖനം പോലെ ഉണ്ടായിരുന്നു. അതിൽ ലവ് ജിഹാദ് എന്നുള്ള പ്രത്യേക ഭാഗം കൂടി ചേർത്തിട്ടുണ്ട് എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ശരി, കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഇടുക്കി അതിരൂപതയുടെ മീഡിയ ഡയറക്ടർ ജീൻസ് കാരക്കോട്ട് പറയുന്നത്. കേൾക്കാം. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിന് വികാരമാകുന്നത് ഇത് ഒരു വർഗീയത അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഇത്ര ആശയക്കുഴപ്പം. നമ്മൾ ഒരിക്കലും കുട്ടികളുടെ അടുത്ത് അങ്ങനത്തെ ഒരു വർഗീയ ആശയത്തെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്നത് പ്രണയക്കുരുക്കിലാക്കി തീവ്രവാദ ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഒരു മതത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടില്ല, അതിനെക്കുറിച്ചൊരു ധ്വനി നമ്മൾ കൊടുത്തിട്ടില്ല. ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോഴും കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോഴൊന്നും നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ഒരു ഇൻപുട്ട് അവർക്ക് നൽകിയിട്ടില്ല. അവരോട് പറഞ്ഞിട്ടുള്ളത്, അവർക്ക് നൽകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചതും കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യം ഈ പ്രണയക്കുരുക്കിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ വീണു പോകരുത്, അപകടങ്ങൾ സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത ഒരു ജാഗ്രതയുടെ മുന്നറിയിപ്പിന്റെ ശബ്ദമായിട്ടാണ് ഈ ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം നടന്നത്. രാഹുൽ, ഇതൊരു വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നുള്ള രാഷ്ട്രീയ ആരോപണമൊക്കെ നേരിടുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണത്തിനായി ഈ സിനിമ പ്രദർശിപ്പിച്ചു കുട്ടികൾക്കിടയിൽ എന്ന് ജീൻസ് കാരക്കോട്ട് പറയുന്നത്. രാഹുൽ, ഗോപീഷ്, ഇതിൽ ഇവരെ ഈ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സിനിമാ പ്രദർശനത്തിനോടൊപ്പം തന്നെ മറ്റു ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ എന്താണ് ലവ് ജിഹാദ് എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രത്യേക ശൃംഖലയാണ് ഈ ലവ് ജിഹാദ്. പണവും സ്നേഹവും സമ്മാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വശീകരിച്ച് ഇക്കൂട്ടർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് ഇവിടുത്തെ കുറ്റാന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് ഉൾപ്പെടെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം ഉണ്ട് എന്ന് ഇടുക്കി രൂപതയും ആവർത്തിക്കുകയാണ്. പക്ഷെ അതിലൊരു വർഗീയമായിട്ടുള്ള കാര്യം ഉൾപ്പെടുത്തുമ്പോഴാണ് അത് വലിയ വിവാദത്തിലേക്ക് പോകുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും ഈ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രണയക്കുരുക്കിൽ അകപ്പെടുത്തിക്കൊണ്ട് തീവ്രവാദത്തിലേക്ക് നയിക്കുന്നു. അതാണ് ലവ് ജിഹാദായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വർഗീയത കലർത്തുന്നത് കൊണ്ടാണ് ഈ ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വിവാദമാകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും ഇപ്പോഴത്തെ നിലവിൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ മുന്നണികൾ ആരും തന്നെ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ അവരുടെ പ്രതികരണങ്ങൾക്ക് ശ്രമിച്ചിരുന്നു, പക്ഷെ ആരും ഈ സമയം പ്രതികരിക്കാൻ തയ്യാറല്ല. എന്താണ് വിഷയമെന്ന് പഠിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ മുന്നണികൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായേക്കാം എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ, ഇതിനകത്ത് മറ്റെന്തെങ്കിലും വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ബോധവൽക്കരണത്തിന് വേണ്ടി കുട്ടികൾക്കിടയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്ന് വിശദീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പ്രദർശനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രതിഷേധവും നിലവിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതിലൊരു പരസ്യ പ്രസ്താവനയ്ക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നമ്മൾ അറിവ് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നണികൾ ആരും തന്നെ ഇതിലൊരു പരസ്യ നിലപാടിലേക്ക് വന്നിട്ടില്ല. ഏതെങ്കിലും സംഘടനകൾ ഈ പ്രദർശനത്തിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. ഇത് വലിയ ചർച്ചയാക്കിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതൊരു വചനോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ എത്തിയപ്പോൾ അവർക്കൊരു ബോധവൽക്കരണം എന്ന നിലയിൽ സിനിമ പ്രദർശിപ്പിച്ചാണ്. ഈ സിനിമ പ്രദർശിപ്പിച്ചതിന് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്. ഓരോ കലാസൃഷ്ടികളെയും എങ്ങനെ റിവ്യൂ ചെയ്യാം എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ പരിപാടി, ഈ വചനോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയിലുണ്ട്.
അങ്ങനെ ഈ സിനിമ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടി, ഈ സിനിമ കണ്ടതിന് ശേഷം ഈ വിദ്യാർത്ഥികൾക്ക്, ഈ സഭാ വിശ്വാസികൾക്ക് എന്തു തോന്നുന്നു എന്ന് റിവ്യൂ നടത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചതെന്നും ഈ ജെയിംസ് കാരക്കാട്ട് പറയുന്നുണ്ട്. നിലവിൽ ഇത് വലിയൊരു ചർച്ചയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.